ഇന്നലെ മുതൽ ചേരിതിരിഞ്ഞ് അടിയാണ് ബോളിവുഡും മോളിവുഡും തമ്മിൽ. ആരാധകർ തമ്മിലുള്ള ഈ വാക്കേറ്റം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാവുന്നതാണ്. നമ്മുടെ ഒറിജിനൽ ദൃശ്യം ജിത്തു ജോസഫും മോഹൻലാലും ഒരുമിച്ച് എത്തിയ ദൃശ്യം എന്ന സിനിമ വലിയ അച്ചീവ്മെന്റുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ദൃശ്യം എന്ന സിനിമ ഹോളിവുഡിലേക്കും റീമേഡ് ചെയ്യാൻ പോകുന്നു എന്ന വിവരങ്ങൾ എത്തുമ്പോൾ ഈ ക്രെഡിറ്റ് എല്ലാം അജയ് ദേവ്ഗന്റെ ബോളിവുഡ് സിനിമ അടിച്ചുകൊണ്ട് പോവുകയാണ്. അജയ് ദേവ്ഗനാണ് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ റിപ്പോർട്ടുകളാണ് അവിടുത്തെ മൂവി അനലിസ്റ്റുകളും ട്രേഡ് അനലിസ്റ്റുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്ലാറ്റ്ഫോമുകളിൽ എത്തുന്നത്. ഇത് വലിയ രീതിയിൽ മലയാളി പ്രേക്ഷകരെ ചുടിപ്പിക്കുകയും ചെയ്തു. അതിനൊക്കെ മികച്ച രീതിയിലുള്ള മറുപടികളുമായി എത്തുന്നുണ്ട്. നിങ്ങൾ ഇത് തിരുത്തണം, യഥാർത്ഥത്തിൽ ഈ സിനിമ മോഹൻലാൽ ജിത്തു ജോസഫ് ഒരുക്കിയ സിനിമയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ എത്തുകയും ചെയ്തു. ജിത്തു ജോസഫിന്റെ ക്രെഡിറ്റ് എല്ലാം അടിച്ചുകൊണ്ട് പോവുകയാണ് എല്ലാവരും. ജിത്തു ജോസഫാണ് ഈ കഥ മേഡ് ചെയ്തത് പോലും. എന്നിട്ട് പോലും അത് അജയ് ദേവ്ഗന്റെ സിനിമയാക്കി മാറ്റുകയാണ്. അവർ പറയുന്നത് മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഈ പ്ലാറ്റ്ഫോമിൽ കിടന്ന് അതിനെ സമർത്ഥിക്കാൻ നിരങ്ങുകയാണ്. ശരിക്കും അഡാപ്റ്റേഷൻ ചെയ്ത ദൃശ്യത്തെ ചുറ്റിപ്പറ്റിയാണ്. അതേസമയം അജയ് ദേവ്ഗൻ ആണ് ആ സിനിമയെ ലോകമെമ്പാടും ജനപ്രിയമാക്കിയത് എന്ന രീതിയിലാണ് അവരുടെ വാക്കുകൾ. ഈ ഒക്ടോബർ 2 തമാശകളിലൂടെയും ആളുകൾ വിജയ് സാൽഗോങ്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ അവരുടെ വാക്കുകൾ എത്തുമ്പോൾ ശരിക്കും അരോചകമായ രീതിയിലാണ് മലയാളികൾ ഇത് കേട്ടതും. അവരുടെ ഒരു ധാർഷ്ട്യവും അവരുടെ ഒരു അഹങ്കാരവും ഒക്കെ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരുടെയും വാക്കുകൾ ഇതുപോലെയൊക്കെയാണ് ബോളിവുഡുകാർ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇതിനൊക്കെ ചുട്ട മറുപടിയുമായി മലയാളി പ്രേക്ഷകരും എത്തുന്നുണ്ട്. നിരവധി പേർ ഈ കാര്യം പറയുന്നു. റൈറ്റ്സ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടല്ലേ ഇങ്ങനെയൊരു സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. സെക്കൻഡ് പാർട്ടും കൊടുത്തു, അതും ഗംഭീര ഹിറ്റാക്കി മാറ്റുകയും ചെയ്തു. ഇങ്ങനെയൊരു സിനിമ പിറന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? പിന്നെ ഒരു കാര്യം കൂടി അവർ എടുത്തു പറയുന്നുണ്ട്. ദൃശ്യം 3യുടെ ഹിന്ദി റീമേക്ക് അവകാശം വിൽക്കേണ്ടെന്ന് ജിത്തു ജോസഫും മോഹൻലാലും തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും എന്ന കാര്യമാണ് അവർ എടുത്തു പറയുന്നത്. പ്ലീസ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന അജയ് ദേവ്ഗന്റെ ഒരു ജിഫ് ഇമേജും പങ്കുവെച്ചുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ എടുത്ത് സൂചിപ്പിച്ചിരിക്കുന്നതും. വലിയ രീതിയിലുള്ള കയ്യടിയാണ് ഈ ഒരു മറുപടിക്ക് ലഭിച്ചിരിക്കുന്നതും. എന്നാൽ ചില മാധ്യമങ്ങൾ, അത് ഓൺലൈൻ ആകട്ടെ, പത്രമാധ്യമങ്ങളാകട്ടെ, ഇന്റർനാഷണൽ മീഡിയകളാകട്ടെ, ചിലരൊക്കെ മോഹൻലാലിന്റെ ദൃശ്യം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഹോളിവുഡിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അവർക്കൊക്കെ മികച്ച രീതിയിലുള്ള കയ്യടിയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ദൃശ്യത്തിന്റെ ഇത്ര വലിയ ക്രെഡിറ്റ് അടിക്കുന്ന ബോളിവുഡ് സ്വന്തമായി തന്നെ ദൃശ്യം 3 എന്ന സിനിമ എടുക്കട്ടെ. എന്തായാലും ജിത്തു ജോസഫ് ഇവിടെ നമുക്ക് ദൃശ്യം 3 എന്ന സിനിമ എടുക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ആരുടെ ആയിരിക്കും മികച്ചതെന്ന് വേണമെങ്കിൽ തീരുമാനിക്കാമല്ലോ. അങ്ങനെയും ചെയ്യാമല്ലോ. അവർക്ക് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ, ഈ ക്രെഡിറ്റ് ഒക്കെ അടിച്ചു മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ. എന്തായാലും ജിത്തു ജോസഫിന്റെ ദൃശ്യം 3ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ബോളിവുഡും. അതിന്റെ ടീം അംഗങ്ങൾ പോലും ജിത്തു ജോസഫ് ഉണ്ടാക്കിയിട്ട് വേണം അവർക്കുണ്ടാക്കാൻ എന്ന രീതിയിലാണ് പറയുന്നത്. ഇതിനു മുമ്പേ ചില വാർത്തകൾ വന്നിരുന്നു. ഒരേ സമയത്ത് തന്നെ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് ഒരേപോലെ തന്നെ തുടങ്ങി ഒരേപോലെ തന്നെ റിലീസ് ചെയ്യാനുള്ള പദ്ധതിയാണ് മോളിവുഡും ബോളിവുഡും തീരുമാനിക്കുന്നത് എന്നൊക്കെ. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് ജിത്തു ജോസഫ് എത്തുകയും ചെയ്തു. ജിത്തു ജോസഫ് ഓൾറെഡി ദൃശ്യം 3യുടെ ക്ലൈമാക്സ് ഒരുക്കി വെച്ച് കഴിഞ്ഞു. ആ ക്ലൈമാക്സ് മോഹൻലാൽ അടക്കം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഇനി ആ ക്ലൈമാക്സിലേക്ക് എത്തുന്ന രീതി കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ജിത്തു ജോസഫ് ഒരുക്കേണ്ടത്. അത് പെർഫെക്റ്റ് ആയി വന്നാൽ അത് ജിത്തു ജോസഫ് ഒരുക്കുക തന്നെ ചെയ്യും. ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യുന്ന കാര്യം, ന്യൂസിൽ വന്ന കാര്യം ജിത്തു ജോസഫ് ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജിത്തു ജോസഫും മോഹൻലാലും ബോളിവുഡിൽ ഈ ചിത്രം റൈറ്റ്സ് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അവസാനം അജയ് ദേവ്ഗൻ വന്ന് മോഹൻലാലിന്റെയും ജിത്തു ജോസഫിന്റെയും കാല് പിടിക്കേണ്ടി വരും ആ സിനിമയൊന്ന് തരാൻ വേണ്ടി. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും ഈ പറഞ്ഞ ബോളിവുഡുകാർ റീമേക്കിന്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകാതിരുന്നാൽ മതി. ഒറിജിനൽ മേക്കേഴ്സ് ഞങ്ങൾ തന്നെയാണ്. ബോളിവുഡുകാർ ജിത്തു ജോസഫും മോഹൻലാലും തന്നെ അതിന്റെ ഒറിജിനൽ മേക്കേഴ്സ്.